വെള്ളാപ്പള്ളി നടേശൻ തീർച്ചയായിട്ടും ആ രൂപത്തിൽ അദ്ദേഹത്തെ വിമർശിക്കാൻ പാടില്ലായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ്റെ ഏറ്റവും വലിയ ന്യൂനത അദ്ദേഹം ശ്രീനാരായണ പരിപാലന സംഘത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ചരിത്രം അറിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. 1903 ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം രൂപീകരിച്ചത്. ഗുരുദേവൻ തന്നെയായിരുന്നു അധ്യക്ഷൻ. ഏതൊരു കേരളീയ നവോത്ഥാനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു, ആ നവോത്ഥാന നായകന്മാരിൽ മുൻപന്തിൽ നിൽക്കുന്ന വ്യക്തിയാണ് ശ്രീനാരായണ ഗുരുദേവൻ. ആ ഗുരുദേവൻ അധ്യക്ഷനായ സമയത്താണ് മഹാകവി കുമാരനാശാൻ അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയത്. ആ ജനറൽ സെക്രട്ടറി പദവിയിൽ CB കുഞ്ഞിരാമനെ പോലെ, അതുപോലെ തന്നെ നമുക്കറിയാവുന്ന പഴയ കേരള ഗവൺമെൻറ് പത്രാധിപരായിട്ടുള്ള C കേശവൻ, ഇവരൊക്കെ തന്നെ അലങ്കരിച്ച പദവിയിലാണ് ശ്രീമാൻ നടേശൻ ഇരിക്കുന്നത്. ആ പദവിയുടെ മഹത്വം അദ്ദേഹത്തിന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം പലപ്പോഴും സാമുദായികമായ ചിത്രമുണ്ടാക്കുന്ന രൂപത്തിലുള്ള പ്രസ്താവന അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയും CPM എഴുതി കൊടുത്ത തിരക്കഥ ഭംഗിയായിട്ട് അദ്ദേഹം എഴുതി വായിക്കുന്നെന്നാണ് എനിക്ക് ബോധ്യപ്പെടുന്നത്. കാരണം അവർ രണ്ടു കൂട്ടരെയും അദ്ദേഹത്തിന് ഒരിക്കൽ പോലും പ്രീണിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഒരുപാട് ആരോപണങ്ങളുടെ നീർച്ചുടിയിലാണ് അദ്ദേഹം ഉള്ളത്. ആ കാര്യങ്ങൾ മനസ്സിലാക്കണം. മാത്രമല്ല SNDPയുടെ ആസ്ഥാന മന്ദിരം പോലും ജപ്തിക്ക് വെച്ചിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടെന്ന് പറയുമ്പോൾ ആ ജപ്തി നോട്ടീസ് അവിടെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഒരുപാട് സാമ്പത്തിക ക്രമക്കേടുകളും കുറ്റമൊക്കെ തന്നെ അദ്ദേഹം നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ നിസ്സഹാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. അതിലപ്പുറം ഞാൻ അതിനെക്കുറിച്ച് ഒന്നും തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ്റെ ഏറ്റവും വലിയ ന്യൂനത അദ്ദേഹം ശ്രീനാരായണ പരിപാലന സംഘത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ചരിത്രം അറിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്.